അമ്മൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം പനീർ ബട്ടർ മസാല. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് അതിനെപ്പറ്റിയുള്ള വിവരണമാണ് ഇന്ന്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ആദ്യമേ തന്നെ 2 ചെറിയ തക്കാളി അരച്ചു വെച്ചിട്ടുണ്ട്. അടുത്ത കൂട്ട് 2 വലിയ ഉള്ളി, കാഷ്യൂ 8 or 10 എടുക്കാം, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി, അതുപോലെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ച് എടുക്കണത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇതിന് നന്നാക്കി പേസ്റ്റാക്കി അരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് റെഡിയാക്കി വെച്ചിട്ട് കത്തിച്ചു കത്തി വെച്ചു. അതിൽ ഒരു 2 ടേബിൾ സ്പൂൺ നല്ലോണം ബട്ടർ ഒഴിച്ചു. ബട്ടർ ഒഴിച്ച് എന്നിട്ട് നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കണം. ചീഞ്ചട്ടിയിൽ തന്നെ അതേ ചീഞ്ചട്ടിയിൽ നമുക്ക് വീണ്ടും നമ്മുടെ ഇത് ഉണ്ടാക്കാം. ഒരു ബട്ടർ ഇട്ടു. ബട്ടർ ഉരുകിയതിന് ശേഷം 3 ഗ്രാമ്പൂ, 2 ഏലക്ക, ഒരു കഷ്ണം പട്ട, കുറച്ച് പെരുംജീരകം ഇട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം അതൊന്ന് മൂത്തപ്പോൾ ഉള്ളി, 2 ഉള്ളി, 2 ഉള്ളിയിൽ നമ്മൾ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ് അതൊന്ന് നന്നായി വഴണ്ട് വരട്ടെ. ഉപ്പിട്ട് കൊടുക്കാം. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയ കാരണം ഒരു സ്പൂൺ മതി. പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ 1.5 സ്പൂണൊക്കെ വേണ്ടി വരും. ഉള്ളി ആയോ? അതിൽ ഉള്ളി ആ ഒരു പച്ചമണം വിടണം. പച്ചപ്പഴം ഇട്ടൊരു ബ്രൗണിഷിലേക്ക് എത്തണം. നല്ലോണം അത് മൂക്കണ്ടാവും. എന്താണത്? ഇത് കുറച്ച് നല്ല ജീരകത്തിൻ്റെ പൊടിയാണ്. നമ്മൾ പൊടിച്ച് വെച്ചതാണ്. അതൊരു കുറച്ച് പ്രത്യേക സ്മെല്ലുണ്ടാകാം. അല്ലെങ്കിൽ ജീരകം അതിൻ്റെ കൂടെ ഇട്ടാലും മതി. പെരുംജീരകം എന്നൊക്കെ ആക്കുമ്പോൾ ഒരു കൊഴുട്ട് വറുത്താൽ മതി. ഇത് വറുത്ത് വെച്ച ജീരക പൊടിയാണ്. തക്കാളി നമ്മൾ പച്ചയാണല്ലോ അരച്ച് വെച്ചത്. അതുകൊണ്ട് തക്കാളിയും ക്യാരറ്റും കൂടി. അപ്പോൾ അതുകൊണ്ട് ഇതിൽ കൂടെ കടന്നൊന്ന് വഴറ്റാം. തക്കാളി ഒന്ന് വഴണ്ട് വരട്ടെ. തക്കാളിയുടെ കൂടെ വേറെ എന്തൊക്കെ ഇട്ടിരിക്കുന്നത്? തക്കാളി കൂടെ ഒന്നുമില്ല. വെറുതെ ഒരു പച്ചമുളകും ഒരു കഷ്ണം ക്യാരറ്റ് ഇങ്ങനെ കൊഴുപ്പ് ഇതാക്കിയിട്ടാൽ ക്യാരറ്റും ഒരു പച്ചമുളകും. കാരണം മുളക് പൊടി ഇടുന്നുണ്ടല്ലോ. അപ്പം അമ്മയ്ക്ക് അധികം എരിവ് വേണ്ടാത്ത കാരണം ഒരു പച്ചമുളക് ഇട്ടു. ഇതെന്താണത്? 1 സ്പൂൺ ഗരം മസാല. ഇതൊക്കെ പൊടിയായ കാരണം ഞാൻ അങ്ങനെ പിന്നെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് സ്മെല്ലൊന്നും ഇത് കൂടെ യോജിക്കട്ടെ, പച്ചമണം വിടട്ടെ. നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. സൂപ്പർ സ്മെല്ല്. മസാലയുടെ എല്ലാം കൂട്ടിൻ്റെ എല്ലാം. ഇനി ഇതും കൂടി ഇട്ടാൽ ഇതും കൂടി ഒന്നുകൂടി ഇതായി. ഇതിപ്പോൾ നമ്മൾ അരച്ച് വെച്ചില്ലേ, ഇതെല്ലാം കൂടി ഉള്ളി ഇതൊക്കെ കൂടെ അരച്ച് വെച്ചത് അരവ് മസാല ഇതിലേക്ക് ചേർത്ത് അണ്ടിപ്പരിപ്പ് ഇതെല്ലാം ചേർത്തല്ലേ? അതെ അതെ. മസാല മല്ലിപ്പൊടി മുളക് പൊടി എല്ലാം കൂടി ചേർത്തിട്ടുള്ള മസാല. മെയിൻ കൂട്ടി ഇതാണല്ലേ? ഉള്ളിയുടെ തക്കാളിയും ഇത് കൊഴുപ്പ് കൂട്ടുന്നില്ലേ, ഗ്രേവി നന്നായിട്ട് വരും.
തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിൻ്റെ എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. നല്ല തിക്കായിട്ടുള്ള മസാല കൂട്ടായിട്ടുള്ളത്. അണ്ടിപ്പരിപ്പ്, ഉള്ളി, തക്കാളി, മറ്റുള്ള മസാല എല്ലാം ചേർത്തിട്ട് ഏകദേശം നല്ലൊരു പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. നല്ല തിക്നെസ് ഉണ്ടത്. ആവശ്യത്തിനനുസരിച്ച് നമുക്കതിൽ വെള്ളം ഒഴിച്ച് ഗ്രേവി നമുക്ക് എത്ര വേണോ അത്രയും കൂട്ടാം. ഒന്നിങ്ങോട്ട് തിളച്ചിങ്ങോട്ട് വരുമ്പോൾ അതിൽ കുറേശ്ശെ തിള വരുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാലും മതി. യോജിക്കണം. കുറച്ച് കസ്തൂരി മേത്തി, അത് നല്ല മണം വരും. ഈ ഹോട്ടലിലത്തെ മണമൊക്കെ ഇതാണ്, കസ്തൂരി മേത്തിനെയാണ്. അതൊന്നും അതിൽ കടന്ന് തിളച്ചോട്ടെ. ഇപ്പം ഈ സമയത്ത് നമുക്കതിൽ ഉപ്പ്, മുളക് എല്ലാം നോക്കാം. കുറച്ചും കൂടി ഉപ്പാവാം. തള പൊട്ടി വന്നു. അപ്പോൾ ഞാനതിൽ ഈ നമ്മൾ പനീറിൻ്റെ വറുത്ത് വെച്ചതായിരിക്കും പൊട്ടി. ഇനി അതങ്ങോട്ട് അതിലൊന്ന് യോജിച്ചോട്ടെ. അതിന് ഇതൊക്കെ 4 പുറങ്ങ് തെളിഞ്ഞ് വരാൻ തുടങ്ങി. ബട്ടർ 4 പുറത്തുനിന്ന് തെളിഞ്ഞ് വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ നിർത്തിയിട്ട് മല്ലിയില ഇതൊന്ന് ഓഫ് ചെയ്യാം. പനീർ ബട്ടർ മസാല ലാസ്റ്റ് പ്രോസസ്സിലേക്ക് നമ്മൾ കടന്നു. ഇതാണ് മല്ലിയിലയിലിട്ട് അതിനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചപ്പാത്തി, പൊറോട്ട ഇതിൻ്റെ കൂടെ കൂടാൻ പറ്റിയ ഏറ്റവും നല്ല വിഭവസമൃദ്ധമായൊരു കറിയാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് വരുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ വരും. പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്തുന്നവർ. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.